അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ഇതില് ചീറ്റിംഗ് ഒന്നുമില്ല. ഓക്കെ, ഈ കളി ഒരു രസമില്ലാന്നേ. നമുക്ക് വേറെ ഏതെങ്കിലും പുതിയൊരു ഗെയിം കളിക്കാം. എന്തിനാ എല്ലാരും ഈ പഴയ ഗെയിം കളിക്കുന്നത്? ഇതില് പുതുതായിട്ട് ഒന്നുമില്ലാന്നേ. പക്ഷികളെ, നിങ്ങക്ക് കാഷ്ടിടാൻ എന്റെ ശരീരമാണ് കിട്ടിയത്. കുട്ടികളെ ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നല്ല ചൂട് പാല് കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം വാ മക്കളെ. വാ വാ, രാവിലെ മുതൽ നിങ്ങൾ കളിച്ചോണ്ടിരിക്കുകയല്ലേ. ഇത് വിന്റർ സീസണാ, ജലദോഷം പിടിക്കും. അതുകൊണ്ട് ഈ ചൂട് പാൽ എല്ലാവരും ഓരോ ഗ്ലാസ് അങ്ങ് കുടിച്ചേക്ക്. പിന്നെ നിങ്ങൾക്ക് ആർക്കും തണുക്കില്ല, മനസ്സിലായല്ലോ? അപ്പൂപ്പൻ ഇപ്പൊ ടെൻഷൻ ആവാൻ പോകുന്നത് നമ്മൾ കാണാൻ പോവാ. ഓ മോനെ വീർ, നിനക്ക് ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്. അതായിരുന്നു എന്റെ പേടി. വാ, ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഈ ഹെൽത്ത് കണ്ടീഷൻ ഇനി പുറത്തു നിന്ന് കളിക്കാൻ പാടില്ല മോനെ. വാ വാ, വേഗം വാ. എന്റെ അപ്പൂപ്പ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മറന്നു പോവാ. ഞാനൊരു റോബോയാണ്. പിന്നെ ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, റോബോയ്ക്ക് ഒരിക്കലും ജലദോഷം ഉണ്ടാവില്ല. എടാ കുട്ടി കുറുമ്പാ, എന്താന്നറിയില്ല, ഞാൻ ഈ കാര്യം എപ്പോഴും അങ്ങ് മറന്നു പോവും. അതെന്താന്നറിയോ, ഞാൻ നിന്റെ ഒരു റോബോട്ടായിട്ടല്ല കാണുന്നത്. ഓക്കെ മോനെ വീർ, എൻജോയ് യുവർ ഗെയിംസ്. ഞാൻ പോവാ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ചിണ്ടു, നീ എന്തായി കാണിക്കുന്നത്? ആദ്യം നിന്റെ മാജിക് ഒന്ന് മതിയാക്ക്. പറ്റില്ല, എനിക്കിതാ ഇഷ്ടം. ഞാനാ പറയുന്നത്, ഈ മഴവില്ല തിരിച്ചയച്ചേക്ക്. ജനങ്ങൾ ആരെങ്കിലും കണ്ട് ആകെ പ്രശ്നമാവും. മഴവിൽ ഊഞ്ഞാലോ? ഇതെന്താ സംഭവം? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലല്ലോ. യാഹൂ! പോടാ ഇവിടുന്ന്, ഓടിപ്പോ. ഇത് എന്റെ റെയിൻബോ ആണ്. ജിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. നീ എല്ലാ ജനങ്ങളെയും കാണിക്കാൻ പോവാണോ? ഒന്ന് സമാധാനിക്ക്. ഇങ്ങനെ ഊഞ്ഞാലാടാൻ നല്ല രസമുണ്ട്. അണ്ടർ വാട്ടർ സ്യൂട്ട് ഓൺ. ഇംലി ചുൾബുൾ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പൊ വന്നേക്കാം. നമുക്കും അവന്റെ കൂടെ അങ്ങ് പോയേക്കാം. അവൻ നമ്മളോട് വരണ്ടെന്നല്ലേ പറഞ്ഞിട്ട് പോയത്? എന്നാ നീ വരണ്ട, ഞാൻ പോയിട്ട് വന്നേക്കാം. വേണ്ട വേണ്ട വേണ്ട, എന്നാ ഞാനും വരാം. കൊള്ളാലോ, മത്സ്യങ്ങളുടെ ജീവിതം എത്ര സുഖകരമാണല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത്. എമിലി, നമ്മളിപ്പോ എവിടെയാ വന്നിരിക്കുന്നത്? നിങ്ങളിത് കണ്ടോ? വലിയൊരു മീൻ വരുന്നുണ്ട്. ഓടിക്കാം. അയ്യോ, പേടിയാവുന്നു. ഈ രാക്ഷസ സ്രാവ് എവിടുന്നാ വന്നേ? ചിണ്ടു, എന്തേലും ചെയ്യേ. വേഗം ഓടിക്കോ, രക്ഷപ്പെട്. ജലശക്തി വെച്ച് കരണ്ട് ഉണ്ടാക്കാണല്ലേ? അപ്പൊ വെള്ളം കുറഞ്ഞു പോകാൻ ഇതാണല്ലേ കാരണം? അതെ, ഇതെല്ലാം എന്റെ കണ്ടുപിടുത്തമാണ്. ഇനി നിങ്ങളുടെ സിറ്റിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായോ എന്ന്? കാരണം ഞാൻ മാഡാണ്. വെരി വെരി മാഡ്. ഇന്നൊരു കാരണവശാലും നിന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല വീർ. എന്നാൽ എനിക്കത് കാരണം. നീ എങ്ങനെ എന്നെ തടഞ്ഞു നിർത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സേഫ്റ്റി മോഡ് ഓൺ ചെയ്യണം മരമണ്ട. വായെ നോക്കി നിൽക്കാതെ റിമോട്ട് എടുത്ത് സ്വിച്ച് ഞെക്കടാ.
എത്രയും വേഗം അവന്റെ പവർ ഓൺ ചെയ്യേ. വേഗം താഴെയുള്ള റെഡ് ബട്ടൺ അമർത്തടാ. റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു ബോസ്. കളിക്കാൻ ബോസ് ബോസ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ വീറിനെ പിടിച്ച് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതെ ബോസ്. എന്റെ ചാട്ട് നീ തട്ടിക്കളഞ്ഞല്ലേ? എന്നെ രക്ഷിക്കണേ ബോസ്. അയ്യോ അല്ല, ഇവനെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യം ചെയ്, ഇവനെ പെട്ടെന്ന് പിടിച്ചോ, വിടരുത്. നീ ഇവിടെ നിന്ന് അവനെ വാച്ച് ചെയ്തോണം, മനസ്സിലായല്ലോ? അവൻ ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്തു പോകരുത്. ചെന്ന് അച്ഛനെ വിളിച്ചോണ്ട് വന്നേക്കാം. ഇപ്പൊ വരാം. മമ്മി 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 അച്ഛ, വീര് ശരിക്കും റോബോട്ടാണ്. അവനെ ഞാനൊരു വീട്ടിന്റെ അകത്ത് പൂട്ടി വെച്ചിരിക്കുക. വേഗം വാ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവനൊരു റോബോട്ടാണെന്ന് ഞാൻ ഇന്ന് തന്നെ തെളിയിക്കാം. ഇപ്രാവശ്യവും നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എമിലി, ചിണ്ടുവിനെ തേടി കണ്ടുപിടിക്ക്. ബണ്ടി വീറിനെ കൊണ്ടുപോയിരിക്കുക. ഏതോ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞത്. അവൻ ആ സത്യം എല്ലാരെയും അറിയിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ചിണ്ടു ഒന്ന് വേഗം വാ. വീറിന്റെ രഹസ്യം പുറത്താവുന്ന തോന്നുന്നേ. ബണ്ടി അവനെ പിടിച്ചൊരു വീട്ടില് പൂട്ടി വെച്ചിരിക്കുക. അല്ല, നീ ആരാണ്? മറന്നു പോയി. ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ബണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത്? അവൻ ആരെയും പിടിച്ചില്ലല്ലോ. എടാ ചിണ്ടു, നിന്റെ തലയിലെ നട്ടും ബോൾട്ടും വീണ്ടും ലൂസായി പോയോ? ഒരൊറ്റ തട്ട് തന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും, നോക്കിക്കോ. അത് ഞാൻ നിനക്ക് തന്നേക്കാം. ഓടിക്കോ. എമിലി, ഒന്ന് വേഗം ആവട്ടെ. ബണ്ടിയുടെ അച്ഛനും അമ്മയും കേക്കയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ചെയ്തേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അല്ല ഇമ്മിലി, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? എനിക്ക് എന്താ സംഭവിച്ചത്? ചിണ്ടു, ഇങ്ങനെ സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേഗം നീ എന്റെ കൂടെ വാ. കുട്ടികളെ, എന്റെ പൈസ തന്നിട്ട് പോ. വീർ, എന്നോട് ക്ഷമിക്ക്. വെരി സോറി. ഞാൻ പറയുന്നത് കേക്ക്. സോറി, ഞാൻ അപ്പോയി മാജിക് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി വീർ, നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ക്ഷമ ചോദിച്ചോണ്ടേയിരിക്കും. ക്ഷമിച്ചത് പറ. എടാ, ക്ഷമിക്കുന്നത് പിന്നെ ആദ്യം മാജിക് ഒന്ന് നിർത്ത്. ഇതെല്ലാം നിന്റെ മാജിക് കാരണം ഉണ്ടായതാണ്. മാജിക് ഞാൻ ഇപ്പൊ തന്നെ നിർത്തേക്കാം. ആദ്യം നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണം നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നോട് ക്ഷമിക്ക് വീർ. ക്ഷമിക്ക് വീർ, ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം. വീർ, നീ ചിണ്ടുവിനോട് ക്ഷമിച്ചെന്നൊന്ന് പറഞ്ഞേക്ക് വീർ. ശരി, ഓക്കേ. നിന്റെ എല്ലാ തെറ്റും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മതിയാക്ക്. ആദ്യം മാജിക് ഒന്ന് നിർത്ത്. ഓക്കേ, താങ്ക് യു വീർ. നീ വളരെ നല്ലവനാണ്. നിന്നെ പോലെ നല്ലൊരു കൂട്ടുകാരൻ എനിക്ക് ഒരിക്കലും കിട്ടില്ല. എടാ, ഇതൊന്ന് ആദ്യം നിർത്ത്. നിക്ക്. ആദ്യം എന്റെ കൂട്ടുകാരൻ വീർ നല്ലവനാണെന്ന് ഞാൻ പറയും. അതെ, വീർ നല്ലവനാണ്, നല്ല കൂട്ടുകാരനുമാണ്. ആദ്യം ആ മാജിക് ഒന്ന് മതിയാക്ക്. ഓക്കെ, താങ്ക്സ്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഞങ്ങളെല്ലാരും എങ്ങനെ ഈ ഗാർഡനിലെത്തിയത്? ഓഹാ, നമ്മൾ എന്താ ഈ ഗാർഡനിൽ ചെയ്തോണ്ടിരിക്കുന്നേ? വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒരുപാട് ലേറ്റ് ആയി. ബൈ സാർ, ബൈ മാം.
അയ്യോ തടിയാ എങ്ങോട്ടാണ് ഓടുന്നത് അവിടെ അയ്യോ